ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، وصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും കേൾക്കലും പറയലും ചോദിക്കലും എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമലായി അള്ളാഹു കബൂൽ ചെയ്യുകയും ഇതിനൊക്കെയുള്ള സമ്പൂർണമായ സവാബ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആ. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനെ കേരളത്തിൽ നമുക്കറിയില്ല. ഇനി കേരളത്തിന് പുറത്തുണ്ടോന്ന് അറിയില്ല. നമ്മുടെ അറിവിൽ ഇത്രയും മഹാനായ ഒരു വ്യക്തി മലയാളക്കരയിൽ ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുഴുവൻ പ്രാവർത്തികമാക്കുക. അത് മരിച്ചു പോയ പല സുന്നത്തുകളുണ്ട്, എല്ലാ ആളുകളും അവഗണിച്ച പല സുന്നത്തുകളും. അത് അതിൽപ്പെട്ട ഒരു സുന്നത്താണ് ഇപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഒരു വീട്ടിലൊക്കെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രം ശരിക്കും വൃത്തിയാക്കുക. അതൊക്കെ സുന്നത്തായ അമലാണ്. അതൊക്കെ അമലാണ്, സുന്നത്തായ അമല. അതൊന്നും അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് പിന്നെ അപ്പോ തസാഹമു ഇതില്ലേ, നിങ്ങൾ തിക്കി തിരക്കി പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എന്താ അതിന്റെ ബാക്കി എന്താണ്, അതിന്റെ ബാക്കി അത്ര ഓർമ്മ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സദസ്സിലായി ഇത് കാണാറുണ്ട്. ഒരു തലയുടെ ചുറ്റുഭാഗത്തും ആളുകൾ ഇങ്ങനെ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൂടി അവിടെ ഇതുണ്ടാവില്ല, ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ആ രീതിയിൽ അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് അതിൽ ഒരു പാത്രത്തിന് ഭക്ഷണം കഴിക്കുക. വലത്തെ കൈകൊണ്ട് മാത്രം കൊടുക്കുകയും വലത്തെ കൈകൊണ്ട് മാത്രം എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സദസ്സിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉസ്താദിന്റെ സദസ്സിൽ ഇരിക്കാത്തവരും ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. അതല്ല പറഞ്ഞത്, ഉസ്താദ് കണ്ട അപ്പൊ തന്നെ പറയും. ചില ആളുകൾക്ക് വലിയ വലിയ ആൾക്കാരായിരിക്കും, അല്ലേ, വലിയ ആലിന്യങ്ങളായിരിക്കാം, അതിൽ നല്ല തങ്ങന്മാരായിരിക്കാം, പിന്നെ അങ്ങനെ വലിയ ആളുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ ഈ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ ഒരു വിഷയമാണ്. ഭക്ഷണം ചോറയ്ക്കലൊക്കെ വലത്തെ കൈ കൊണ്ടൊക്കെ കഴിക്കും, അവസാനം വെള്ളം കുടിക്കലും ഇടത്തെ കൈ കൊണ്ട്, അല്ലേ, അങ്ങനെ പരിപാടി ഉണ്ട്. പിന്നെ ഇനി അതല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഒന്നും തൊട്ടുകൊടുക്കുക വലത്തെ കൈ കൊണ്ട്. കുറെയൊക്കെ സൂക്ഷ്മതയുള്ള ആൾക്കാരൊന്നും തൊട്ടുകൊടുക്കുക. അതൊന്നുമല്ല, വലത്തെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. അതാണല്ലോ, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ വലത്തെ കൈ കൊണ്ട് തന്നെ നടത്തണം. ആ ഗ്ലാസ്സുമ്പോൾ ചിലപ്പോൾ വറ്റും മറ്റതൊക്കെ ആവാം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിലൊക്കെ ആവുന്നില്ല. അങ്ങനെ അത് ആ വീട്ടുകാർ കഴുകണില്ല. അതുപോലെ തന്നെ ഗ്ലാസ് കഴുകലും അങ്ങനെ തന്നെയല്ലേ. അപ്പോ ഏതായാലും ശരി, അങ്ങനെ പല ആളുകളും ശ്രദ്ധിക്കാത്ത പല സുന്നത്തുകൾ നടപ്പിലാക്കുന്ന ഒരു വലിയ ഒരു മാതൃകായോഗ്യനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. സമ്മേളനങ്ങളൊക്കെ പോയാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും, മഗ്‌രിബിക്ക് ജമാഅത്തായിട്ട് സമ്മേളനത്തിൽ നിസ്കാരം നടക്കും, അല്ലെ. സമ്മേളന നഗറിയിൽ വെച്ചിട്ട് ഒരു ജമാഅത്തായിക്കൊണ്ടുള്ള ഒരു നിസ്കാരം മഗ്‌രിബിക്ക് നടക്കും. ഇശാ നിസ്കാരം അങ്ങനെ നടക്കാറില്ല. അത് നമ്മുടെ പൂർവികകാലം മുതൽക്ക് തന്നെ നമ്മുടെ ഉലമാക്കളൊന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം മഗ്‌രിബിന്റെ വക്ത് വളരെ വീക്കാണല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ജമാഅത്തായിട്ട് അവിടെ വെച്ചിട്ട് നടക്കുന്നത്. ഇശാന്റെ സമയം പിന്നെ സുബഹി വരേക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചില ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നിസ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഉസ്താദ് അവിടെ ഉണ്ടെങ്കിലും ബാങ്ക് കൊടുക്കുന്ന കേട്ട അവിടെ തന്നെ മുപ്പര് അവിടെ എഴുന്നേറ്റ് പോയി മുപ്പര് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയും. അത് അങ്ങനെ ഉള്ള വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. വല്ലാത്തൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകൾക്ക് ഇനിയും കുറെ കാലം ജീവിക്കാനുള്ള സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ ആ ബറക്കത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ.
ബഹുമാനപ്പെട്ട സംസാൽ ഹഖൂദവിന്റെ പ്രസംഗം തന്നെ അതിന് മുമ്പ് വളരെ ഉഷാറായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ലൈവായി എത്തിച്ചെന്ന നമ്മുടെ അഷ്റഫ് കാഞ്ഞങ്ങാട് പോലെയുള്ള നമ്മുടെ പ്രവർത്തകർ, അവർക്കൊക്കെ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത സവാബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ചില PM-ന് അതിന്റെ മറുപടി കിടക്കുകയാണ്. ഉസ്താദെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യ ഗർഭിണിയാണ്, ചോദ്യമല്ല കേട്ടോ. അടുത്ത തീയതി പ്രസവം ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. സുഖപ്രസവത്തിന് ഉസ്താദ് ദുആ ചെയ്യണം. എനിക്കൊരു ആൺകുട്ടിയും 3 പെൺകുട്ടിയും ആയിരുന്നു. ആൺകുട്ടി മൂത്ത കുട്ടിയായിരുന്നു. അവന് 5-ാം വയസ്സിൽ പുഴയിൽ വീണു മരിച്ചു. പടച്ചോനെ. അതിനുശേഷം പിന്നെ ഉണ്ടായത് 3 പെൺമക്കളാണ്. അൽഹംദുലില്ലാ, ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. 22-ാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെല്ലാവരും ഫാത്തിഹ ഓതുന്നതിന്റെ കൂടെ അല്ലേ? അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله رب العزة ഈ ഫാത്തിഹയെ നമ്മുടെ അടുക്കൽ നിന്ന് ഒരു ഹദിയയായി സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഇപ്പോൾ തന്നെ അത് എത്തിച്ചു കൊടുക്കുകയും അതിന്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവന്റെ അടിയാറുകളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന് നല്ല സ്വാലിഹായ ഒരു ആൺകുട്ടിയെ അള്ളാഹു നൽകട്ടെ, അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു ആ കുടുംബത്തിനും ദീനിനും വലിയ ഉപകാരം നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വലിയ മുതൽക്കൂട്ടായ, മുസ്ലിം ഉമ്മത്തിന് വലിയ മുതൽക്കൂട്ടായ നല്ലൊരു ഒരു 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 സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിന് കുട്ടികൾക്കൊക്കെ അള്ളാഹു സഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. പ്രസവമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖമാക്കി കൊടുക്കട്ടെ. ആ കുട്ടി പുഴയിൽ വീണ് മരിച്ചു പറഞ്ഞത് മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു അതുമൂലം നിങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും ആ കുട്ടിയെയും നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഗഫൂർ, ഇവിടെ റാസൽമീൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് സുഖമില്ലാത്ത കാരണം അദ്ദേഹം പെട്ടെന്ന് നാട്ടിൽ പോവാണ്. ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ ഗഫൂറിന്റെ പിതാവിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗത്തൊട്ട് അല്ലാഹു തആല നമ്മെയും അദ്ദേഹത്തെയും അവർ നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഉസ്താദെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുൻ മക്കൾ മുസ്ലിങ്ങൾ ആയോ? അവരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷണത്തിൽ ആയിരുന്നോ? ഒന്ന് വിവരിക്കാമോ? ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടില്ല. ഖദീജയുടെ ആ കുട്ടികളെ കുറിച്ചേ ഒരു ഫിഖ് സംബന്ധമായ ചോദ്യമല്ലല്ലോ ഇപ്പൊ അല്ലേ? അത് ഫിഖ് സംബന്ധമായ ചോദ്യമല്ല. ഇൻഷാഅല്ലാഹ് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. യാ ഉസ്താദി, ഹനഫി മദ്ഹബിൽ നിസ്കാരത്തിന്റെ വഖത്ത് ഷാഫിഈ മദ്ഹബിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. ഷാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബിൽ നിന്ന് നിസ്കാരത്തിന്റെ വഖത്തിൽ വ്യത്യാസം എന്നാലേ, ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആയാൽ അസ്റാകും. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയാണ്. ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര, ആ ഇസ്തിവാന്റെ സമയത്തുള്ള നിഴൽ ഒഴിച്ച് സാധാരണ അങ്ങനെ പറയാം. ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആവുക, അതാണ് അസറിന്റെ സമയം. എന്നാൽ ഹനഫി മദ്ഹബിൽ ബഹുമാനപ്പെട്ട ഇമാമുന അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച്, ഹനഫി മദ്ഹബ് അനുസരിച്ച് എന്നല്ല ഞാൻ പറയട്ടെ, അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ രണ്ടത്ര ആവണം, ഇരട്ടിയാവണം, നല്ല അസറാവുള്ളൂ എന്ന്. പക്ഷെ ഹനഫി മദ്ഹബിലെ തന്നെ പ്രഗത്ഭരായ 2 ഇമാമുമാരാണ് അല്ലാമ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാമ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു, അല്ലേ? അബൂ യൂസുഫ് അങ്ങനെ പറയല്. ആ മദ്ഹബിലെ 2 ശൈഖാനികളാണ്.
അവര് ഷെയ്ഖാനി എന്ന് പറഞ്ഞത് അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അബൂ മുഹമ്മദും അങ്ങനെ അബൂ മുഹമ്മദ് ഉണ്ട്, അതോ മുഹമ്മദാണ് ഏതായാലും ശരി. അത് പിന്നെ കൃത്യമായിട്ട് ഉണ്ട്. അബൂ മുഹമ്മദ് ആണോ ഇനി മുഹമ്മദ് ആണെന്ന് സാധാരണ പറയാറുള്ളത് കണ്ടിരുന്നില്ല. ഏതായാലും ഒന്ന് അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചും മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചും എന്നുവെച്ചാൽ ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ഇമാമുമാർ അവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ അഭിപ്രായം തന്നെ അവർക്കുള്ളത്. അതായത് ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആയാൽ അസറായി എന്നുവെച്ചാൽ നമ്മുടെ അസറിന്റെ വക്ത് തന്നെയാണ് അവരുടെ അടുക്കൽ അസറിന്റെ വക്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹനഫി മദ്ഹബിൽ വ്യാപകമായിട്ടുള്ളത് മഷ്ഹൂറായിട്ടുള്ളത് ആ അഭിപ്രായമാണെന്ന്. ഏത് നമ്മുടെ സമയം ഉണ്ടല്ലോ ആ സമയം തന്നെയാണെന്നുള്ളത്. പക്ഷെ അബൂ ഹനീഫ ഇമാമിന്റെ അത് ഒരു മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ അഭിപ്രായം തന്നെ ആയിക്കോളണമെന്നില്ല, ഇമാമിന്റെ അഭിപ്രായം ആയിക്കോളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഇമാമിന്റെ ഖദീമായ അഭിപ്രായവും ജദീദായ അഭിപ്രായം എതിരായ ജദീദായ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ അതേ സമയത്ത് മഗ്രിബിന്റെ വഖ്തിന്റെ കാര്യത്തിലോ ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം അല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ഖദീമായ അഭിപ്രായം സ്വീകരിക്കുന്നത്. കാരണം ഷാഫി ഇമാമിന്റെ അസ്ഹാബിമാർ പരിശോധിച്ചപ്പോൾ ഷാഫി ഇമാമിന്റെ ഖദീമായ അഭിപ്രായത്തിനാണ് കൂടുതൽ തെളിവുകളുടെ പിൻബലം. അതുകൊണ്ട് തന്നെ അപ്പൊ മദ്ഹബിൽ മുഅ്തമദ് അതാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിലെ ഏറ്റവും മഷ്ഹൂറായ പിന്നെ അഭിപ്രായം ഇന്നവർ പ്രാവർത്തികമാക്കുന്ന പിന്നെ അമലും അസറിന്റെ സമയം ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആവുക എന്നുള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ അസറിന്റെ സമയം തന്നെ. എന്നാൽ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിൽ അതല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിയണം. ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ രണ്ടത്ര ആവണം, എന്നാലേ അസറിന്റെ സമയം കിടക്കൊള്ളുന്ന. വഖ്തുൽ ഹനഫി കിതാബിന്റെ ഭാഗം ഞാൻ വായിക്കണത് വഖ്തുൽ ളുഹ്റിന്റെ വഖ്ത് മിൻ സവാലി ശംസി സൂര്യൻ ഉച്ചതിരിഞ്ഞോടെ മുതൽ സൂര്യ മധ്യരേഖയിൽ തെറ്റിയോടെ മുതൽ ഇലാ യബ്ലുഗ ളില്ലു മിസ്ലൈഹി അതാ ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ രണ്ടത്ര ആവുന്നത് വരെയാണ് ളുഹ്ർ. ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആവുന്നവരല്ല, അതിന്റെ രണ്ടത്ര ആവുന്നവരെയാണ്. വലാ ഖിലാഫ ഫി അവ്വലിൽ വഖ്തി ളുഹ്റിന്റെ ആദ്യ സമയത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മധ്യരേഖയിൽ തെറ്റിയാലാണ് ളുഹ്ർ ആവുക. എന്നാൽ ലുഹറിന്റെ അവസാന വക്ത് എപ്പോഴാണ് തുടങ്ങുക, ലുഹറിന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഖ്തലഫു ഫീ ആഖിരിഹി ഫൽ മദ്കൂർ മേലെ പറഞ്ഞത് ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ രണ്ടത്രയാവുക എന്നുള്ളത് ഖൗലു അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായമാണ്. എന്നാൽ വഖാല അബൂ യൂസുഫ് വ മുഹമ്മദ് അങ്ങനെയാണ്. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇദാ സാറ ളില്ലു മിസ്ലഹു ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആയാലും മതി, എന്നാൽ ളുഹറിന്റെ സമയം അവസാനിക്കുകയും അസറിന്റെ സമയം പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായമാണ് ഇന്ന് അവരുടെ മദ്ഹബിൽ ഏറ്റവും അധികം മഷ്ഹൂറായിട്ടുള്ളത്. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ നമ്മുടെ മദ്ഹബിൽ നഈമാമ് മുസ്നി ഇമാം എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്, അല്ലെങ്കിൽ റാഫി ഇമാം നഈമാം എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് അവരുടെ മദ്ഹബില്. പിന്നെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നയാൾ സഫ് ശരിയാക്കേണ്ടത് എങ്ങനെ എന്നാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ നിന്ന് നിസ്കരിക്കുമ്പോൾ സഫ് ശരിയാക്കേണ്ടത് ആ സഫിലുള്ള ആളുകളുടെ മടമ്പിന്റെ പിൻഭാഗം ഒപ്പിച്ചിട്ടാണ്. ആ സഫിലുള്ള എല്ലാവരുടെയും കാലിന്റെ മടമ്പിന്റെ പിൻഭാഗം ഒപ്പമാവുക. അങ്ങനെയാണ് നിന്ന് നിസ്കരിക്കുന്നവർ സഫ് ഒപ്പിക്കേണ്ടത്. അങ്ങനെയാണ്. ഇരുന്ന് നിസ്കരിക്കുന്നവരോ അവരുടെ ചന്തിയുടെ പിൻഭാഗം ഒപ്പിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. മോമിനികളൊക്കെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് നിൽക്കുക. എന്നാല് എല്ലാവരുടെയും ചന്തിന്റെ പിൻഭാഗം എല്ലാവരും പിൻഭാഗം അങ്ങനെ ഒപ്പാവുക. അതാണ്. അപ്പൊ ഇനി കുറച്ചാളുകൾ നിന്നിട്ടും കുറച്ചാൾക്കാർ ഇരുന്നിട്ടും എന്നാൽ നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ പിൻഭാഗത്തിന്റെ ഒപ്പം ആവുക ഇരിക്കുന്ന ആളുടെ ചന്തിയുടെ പിൻഭാഗം. മനസ്സിലാകണ്ടല്ലോ അല്ലേ? അപ്പൊ സഫൊക്കെ ഒപ്പായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ എല്ലാം വളരെ കറക്റ്റ് ആയിരിക്കും. നിൽക്കുന്ന ആളുടെ കുറച്ചാൾക്കാർ നിൽക്കുന്നുണ്ട്, കുറച്ചാൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്നാൽ നിൽക്കുന്ന ആളുകളുടെ മടമ്പിന്റെ പിൻഭാഗം, കാലിന്റെ മടമ്പിന്റെ പിൻഭാഗം അതിന്റെ ഒപ്പം ആവുക ഇരിക്കുന്ന ആളുടെ ചന്തിയുടെ പിൻഭാഗം. അപ്പൊ ആ രീതി അപ്പൊ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ നിൽക്കുക. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. ആ നിൽക്കുന്ന ആളുടെ കാലിന്റെ മടമ്പിന്റെ ഒപ്പമാവുക ഇരിക്കുന്ന ആളുടെ ചന്തിന്റെ പിൻഭാഗം. ആ രീതിയിൽ കസേരയുടെ അങ്ങനെയാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് അടുത്ത സൺഡേ ഉംറക്ക് നമ്മുടെ MKM അബ്ദുള്ളയാണ്. അടുത്ത സൺഡേ അറിയില്ല ഇന്നാണോ അല്ല നാളെ വരെയാണ്. ഇന്നലെ ഏറ്റവും PM ആണേ. ഉംറക്ക് പോകുന്നു. മഖബൂലും മബ്റൂറും ആയ ഉംറ നിർവഹിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അമലൊക്കെ കബൂൽ ചെയ്യട്ടെ. യാത്രക്ക് അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. വിഷമത്തിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. മഖബൂലും മബ്റൂറും ആക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നടത്തുന്ന ദുആകൾ നാം നടത്തുന്ന ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇന്ന് ആണ്ടാണ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യുക എന്ന് ഒരു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഉപ്പാടെ ഖബർ ജീവിതമൊക്കെ അല്ലാഹു റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശിപ്പിച്ചു കൊടുക്കുകയും ഉപ്പ ചെയ്ത സാലിഹായ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ച് അവ ഉപ്പാക്ക് ഖിയാമത്ത് നാൾ വരേക്കും തുണയായി ഖബറിൽ അല്ലാഹു നിയമിക്കുകയും ചെയ്യട്ടെ. ഉഖ്റവിയായ ജീവിതമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇഹ്റാമിന് ഉപയോഗിക്കണ പാന്നാണ് വേണ്ട കേട്ടാ. ബാന്നല്ല ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ മലയാള ഭാഷയിൽ ഞാൻ തെറ്റ് പറയാൻ മാത്രമൊന്നും ഇല്ലട്ടാ. മലയാള ഭാഷ എന്നില്ല ഒന്നിനും തെറ്റ് പറയാൻ മാത്രമൊന്നും ഇല്ല. എന്നാലും നമുക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഉപയോഗിക്കുവാൻ പറ എന്നുള്ള പാണ്ടല്ലോ അതാണ് എഴുതണ്ടത്. അപ്പൊ എന്താണ് ഇഹ്റാമിൽ ഉപയോഗിച്ച ഉംറ തുണി വിരിക്കാനും പുതക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇഹ്റാമിൽ ഉപയോഗിച്ച തുണി ഇഹ്റാമിൽ ഉപയോഗിക്കാൻ ഇച്ചിരി പ്രത്യേക തുണിയൊന്നുമില്ല. ഇഹ്റാമിൽ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അതിനു വേണ്ടി വേറെ പ്രത്യേക തുണി വാങ്ങണമെന്നൊന്നുമില്ല. ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രമാവരുത്, അത്രേ ഉള്ളൂ. അപ്പൊ അതിപ്പോ സാധാരണ നമ്മൾ എടുക്കുന്ന തുണിയാണ്. അത് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം കരാൻ ഒന്നും അടിച്ചിട്ടില്ല. ഇങ്ങനെ മൂട്ടലുള്ള തുണി, അങ്ങനത്തെ തുണിയൊന്നും അല്ല നിൽക്കുക. എന്നാൽ ആ തുണി മതി. സാധാരണ നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന മുണ്ട് അത് മതി. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ തഹ്ലിലാവുന്നവരേക്കും ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആ വസ്ത്രം ഇഹ്റാമിൽ ഉപയോഗിച്ച ആ വസ്ത്രം ഇനി ഇഹ്റാം എന്ന് തഹ്ലിലായി നിൽക്കുക, എന്നാൽ വേറെ വിഷയങ്ങൾക്ക് ഉപയോഗിക്കുക ചെയ്യുക. അതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബൂ ത്വാലിബ് മുസ്ലിമായിട്ടാണോ മരിച്ചത്? എന്താണ് ഇപ്പൊ അത്? അദ്ദേഹം എങ്ങനെയും മരിച്ചോട്ടെ, അതിപ്പോ നമ്മുടെ ഒരു വിഷയമാണ് അല്ലേ? അബൂ ത്വാലിബ് മുസ്ലിമായിട്ടല്ല മരിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായമായിട്ട് പറയാറുള്ളത്. പിന്നെ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയല്ല. അത് അദ്ദേഹത്തിന് പിന്നെ റസൂലുള്ളാഹി പിന്നെ അദ്ദേഹത്തിനെ ഹയാത്താക്കി, എന്നിട്ട് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി, എന്നിട്ട് വീണ്ടും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ ശരി. പിന്നെ നമ്മൾ മുസ്ലിമായി മരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കുന്നവരെ ഉൾപ്പെടുത്തി തരട്ടെ. മറ്റിപ്പോ നമ്മുടെ വിഷയം അത് മറ്റൊരു കാര്യമില്ലല്ലോ. മറ്റത് പല അഭിപ്രായങ്ങളുണ്ട് ആ വിഷയത്തിൽ, പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ആ കിതാബുകളൊക്കെ നമ്മൾ നോക്കുക. അത് സംബന്ധമായി ഉലമാക്കൾ എന്തൊക്കെ അഭിപ്രായമാണ് പറഞ്ഞത് എന്നൊക്കെ നോക്കുക. അതിപ്പോ ഇനി അങ്ങനെ കിതാബ് നോക്കാൻ അറിയാത്തൊരു വ്യക്തിയാണല്ലോ, ആ അറിയാത്ത വ്യക്തിക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ഒരു ഗഹനമായ വിഷയം അതൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം നമുക്ക് ദുനിയാവിൽക്കും ആഖിറത്തിലും കാര്യം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നല്ലൊരു കാര്യമാണ് ഇത്. ഈ ഫളായിലുകൾ, തസ്ബീഹുകൾ, അതുപോലെ തന്നെ ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഫളായിലുകളൊക്കെ പഠിക്കുക. അതിന്റെയൊക്കെ ശ്രേഷ്ഠത, ഇന്ന ദിക്ർ ചെല്ലുക, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, അതിന്റെ സവാബ് എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ദുനിയാവിൽക്കും ആഖിറത്തിൽക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതേസമയത്ത് വലിയ വലിയ മൂല്യന്മാരൊക്കെയാണ് അല്ലെ, നല്ല അവർക്ക് കൂടുതൽ അവർ ഗവേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനത്തെ വ്യക്തികളാണ് അല്ലെ. അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ പിന്നെ കിതാബ് നോക്കാൻ സാധിക്കുമല്ലോ, അവരൊക്കെ അത് നോക്കിക്കോട്ടെ. നമ്മളെ പോലത്തെ ആളുകൾ അതിന്റെ ഒന്നും അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അതിനുവേണ്ട പണികൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ പൂർണ്ണ ഈമാനോട് കൂടി മരിക്കുന്ന ആ സൗഭാഗ്യവാന്മാരെ കുറിച്ച് ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.
സ്ത്രീകൾ മുടി വെട്ടുന്നതിന്റെ വിധി എന്താണ്? തർക്കടില്ലാണ്. സ്ത്രീകൾ മുടി വെട്ടുന്നതുകൊണ്ട് വിരോധമില്ല. എന്നാൽ സ്ത്രീകൾ മുടി പാടെ കളയുക അത് ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്, അല്ല കറാഹത്താണെന്ന് അഭിപ്രായമുണ്ട്. ഏതായാലും ശരി, മുടി വെട്ടുക, മുടി കൂടുതൽ വളർന്ന മുടിയാണ്, അത് വെട്ടുന്നത് കൊണ്ട് വിരോധമില്ല. അതേസമയം പിന്നെ പുരുഷന്മാരോട് തശബ്ബുഹാവുക, അല്ലെങ്കിൽ മറ്റു മതസ്ഥരോട് തശബ്ബുഹാവുക, ആ രീതിയിലാണ് ഇത് പറ്റുകയില്ല, അത് ഹറാമാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്ത്രീ പുരുഷന്റെ വേഷം ആവുക, പുരുഷനെ പോലെ നടക്കുക, പുരുഷൻ സ്ത്രീയെ പോലെ നടക്കുക, അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റ് മതസ്ഥരുടെ സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം സ്വീകരിക്കാനും പാടില്ല. ആ രീതിയിലൊന്നും അല്ലാത്ത രീതിയിൽ ഒരു സ്ത്രീ അവരുടെ മുടി വെട്ടുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാൽ പാടെ കളയുന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാണ് എന്റെ ഓർമ്മ. ഇനി കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലുമുട്ട് മടക്കാൻ കഴിയാത്തതിനാൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ സുജൂദ് ചെയ്യാൻ സമയത്ത് സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതുപോലെ അത്തഹിയാത്തിൽ നിന്നാണോ ചൊല്ലേണ്ടത്? അത്തഹിയാത്ത് ഒന്നും ചൊല്ലൊന്നും വേണ്ട. നിൽക്കാൻ സാധിക്കുന്ന ആൾ നിൽക്കേണ്ടുന്ന സമയത്ത് ഇരിക്കാൻ പറ്റുകയില്ല. ഖിയാമുൽ ഖാദിർ ഉണ്ടല്ലോ, നിൽക്കാൻ സാധിക്കുന്നവൻ നിൽക്കുക തന്നെ വേണം. അപ്പൊ നിൽക്കാൻ സാധിക്കുന്ന ആൾ നിൽക്കേണ്ടുന്ന സമയം, ആ സമയത്ത് നിൽക്കണമെന്ന്. ആ റുക്കോയിലും പിന്നെ അത്തഹിയാത്തിലൊക്കെ നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. നിൽക്കാൻ സാധിക്കുന്ന ആൾ, അവന്റെ ഖിയാമുണ്ടല്ലോ, നൃത്തം എന്നുള്ള ഒരു ഒന്നുണ്ടല്ലോ നിസ്കാരത്തില്, അത് ആ സമയത്ത് നിൽക്കണം. നിൽക്കാൻ സാധിക്കാത്ത ആൾ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. എന്നാലേ നിൽക്കാൻ സാധിക്കുന്ന ഒരാള് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ഇല്ല. നിസ്കാരം സഹിയാകുന്നില്ല. അപ്പൊ അയാൾക്ക് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ആൾ എന്ത് ചെയ്തു? നിന്ന് നിസ്കരിച്ചു. പിന്നെ ആളിഞ്ഞപ്പോ അങ്ങനെ സുജൂദ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ്. കസേര ഇരുന്നിട്ടാണോ? സുജൂദ് സഹിയാവാന് ഉള്ള നിബന്ധന എന്താണെന്ന് വെച്ചോ, അവന്റെ 7 അവയവം നിലത്ത് വെക്കുക, അതാണ് ഒരു നിബന്ധന. മറ്റൊരു നിബന്ധന അവന്റെ തലയേക്കാളും ഉയരത്തിലാവുക അവന്റെ ചന്തിക്കെട്ട്, അത് മറ്റൊരു നിബന്ധനയാണ്. അപ്പൊ ഈ രീതിയിലാവണം. ഈ രീതി ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഈ രീതിയിലെല്ലാം ചെയ്താൽ അവന്റെ സുജൂദ് സഹിയാവുകയില്ല. അപ്പോ അവന്റെ നെറ്റിത്തടം നിലത്ത് വെക്കണം. അതുപോലെ തന്നെ നെറ്റിത്തടം നിലത്ത് വെക്കാൻ സാധിക്കുന്ന ആളാണെങ്കിലാണ് ഈ പറഞ്ഞത്. 2 കൈ നിലത്ത് വെക്കണം, 2 കാൽമുട്ട്, 2 കാൽപാദത്തിന്റെ വിരലുകളുടെ പള്ളയിൽ നിന്ന് അല്പമെങ്കിലും, ഒരു വിരലിന്റെങ്കിലും അല്പമെങ്കിലും പിന്നെ നിലത്ത് തട്ടണം. അപ്പോ പിന്നെ അതിന് പുറമെ എന്തും വേണം? അവന്റെ തലയേക്കാൾ ഉയർന്നു നിൽക്കണം അവന്റെ ചന്തിക്കെട്ട്. സുജൂദ് ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടാകുക, അങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരാള് ഇങ്ങനെയല്ല ചെയ്താൽ അവന്റെ സുജൂദ് സഹിയാവുകയില്ല. അപ്പോ ഇങ്ങനെ സാധിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിനോ കൂടെ ചെയ്ത് സഹിയാവൂല. സാധിക്കാത്ത ആളാണെങ്കിലോ അയാൾക്ക് ഏറ്റവും താഴാൻ എങ്ങനെ സാധിക്കും, അതാണ് പിന്നെ ആൾ ശ്രമിക്കേണ്ടത്. അയാൾ നിന്ന് തല കുനിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇരിക്കാൻ സാധിക്കൂല. പിന്നെന്ത് സാധിക്കൂല? തഹിയാത്തിന് ഇരിക്കുന്ന പോലെ ഇരിക്കാൻ അയാൾക്ക് സാധിക്കൂല. സുജൂദ് ചെയ്യാൻ അയാൾക്ക് സാധിക്കൂല. അയാൾക്ക് നിൽക്കാൻ സാധിക്കും. പിന്നെ അയാൾക്ക് കുറച്ചൊക്കെ കുനിയാനും സാധിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിൽക്കുക. എന്നാൽ നിന്ന് കുനിഞ്ഞു അതിനേക്കാളും അധികം കുനിയാൻ സാധിക്കും കസേരയിൽ ഇരുന്നാൽ. എന്നാൽ അയാൾക്ക് അങ്ങനെ കസേരയിൽ ഇരുന്ന് കുനിയണം. അത് റുക്കുവിനേക്കാളും കൂടുതൽ കുനിയണം സുജൂദിന് സാധിക്കുന്ന ആളുകളാണെങ്കിൽ. റുക്കുവിനേക്കാളും കൂടുതൽ കുനിയുക സുജൂദിന്. ശരിക്കും സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിലേ, അപ്പൊ ഇങ്ങനെയാണ് സംഭവം. സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാം. ഈ ഒരാൾക്ക് നിൽക്കാൻ സാധിക്കും, ഇരിക്കാൻ പിന്നെ കസേരയിൽ ഇരുന്നിട്ടാണെങ്കിൽ അയാളുടെ ചന്തിക്കെട്ടിനേക്കാളും താഴെ കൊണ്ടുപോകാൻ സാധിക്കും അയാളുടെ തല എന്ന് വിചാരിക്കുക. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ അങ്ങനെ തന്നെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അതല്ല, നിന്ന് നിസ്കരിക്കുമ്പോൾ റുക്കൂഇന് വേണ്ടി കുനിയുന്നതിനേക്കാളും കൂടുതൽ കുനിയാനല്ലോ സുജൂദിന് വേണ്ടി. അങ്ങനെ ചെയ്യാൻ സാധിക്കൂല. എന്നാൽ കസേരയിൽ ഇരുന്നിട്ടാണെങ്കിലും അങ്ങനെ സാധിക്കും ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കരിക്കുന്ന സ്ഥലത്ത് പല്ലിയിൽ പല്ലിക്കാഷ്ടം ഉണ്ടെങ്കിൽ നിസ്കാരം സഹിയാകുമോ? നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിലോ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ആളുടെ ശരീരം തട്ടുന്ന ഭാഗത്ത് നിലത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അയാളുടെ ശരീരമോ വസ്ത്രമോ തട്ടുന്ന സ്ഥലത്തും ഈ പല്ലിക്കാഷ്ടം പോലെയുള്ള നജസ് ഉണ്ടാവാൻ പാടില്ല.
അഫുവില്ലാത്ത നേഴ്സൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ പള്ളിക്കാശം പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ നിസ്കരിക്കാൻ നിൽക്കുന്നിടത്തും പള്ളിയുടെ കാഷ്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് അയാളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അയാളുടെ വസ്ത്രത്തിലോ തട്ടുന്നില്ല, എന്നാൽ സ്കാരം സഹിയാകും. അതേ സമയത്ത് ആ കാഷ്ടത്തിന്റെ നേരെ അയാളുടെ ശരീരം തട്ടുന്നു അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം തട്ടുന്നു, അപ്പോഴോ സഹിയാവുകയും ചെയ്യുകയില്ല. നജസ് ചുമന്നുകൊണ്ട് അയാൾ നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അയാളുടെ ശരീരവും വസ്ത്രവും തട്ടുന്ന ഭാഗത്ത് നജസ് ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോ പിന്നെ നിസ്കരിക്കാൻ കൊടുത്ത് പല്ലിന്റെ കാഷ്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് സുജൂദൊക്കെ ചെയ്യുമ്പോഴേ അയാളുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആണ് അതുള്ളത്, നിലത്താണ് പിന്നെ പല്ലിക്കാശുള്ളത്. അയാൾ സുജൂദൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ തട്ടൂല, വസ്ത്രത്തിൽ തട്ടുന്നില്ല. പിന്നെ അയാളുടെ നെഞ്ചിന്റെ നേരെ താഴെ ആ ഭൂമിയിൽ എന്തുണ്ട്, പല്ലിക്കാശ് അവിടെ തന്നെ കെടുക്കേണ്ടി നിൽക്കുക. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് നിസ്കാരം സഹിയാവാതിരിക്കൂല, സഹിയാകും. സജദ സുജൂദ് ഒന്ന് വിശദീകരിക്കുമോ? സജദ സുജൂദ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഖുർആൻ ഓതുമ്പോൾ 14 സ്ഥലങ്ങൾ, ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ അതിന്റെ അടയാളം പ്രത്യേകം ഖുർആനിൽ രേഖപ്പെടുത്തി കാണാം. അവിടെ സുജൂദിന്റെ ഒരു മുസല്ലന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ ആ ആയത്ത് സജദയുടെ സുജൂദ് സുന്നത്തുള്ള ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ സുജൂദ് ചെയ്യൽ സുന്നത്താവുക. അതിന് മുമ്പ് പറ്റൂല. അതിന് മുമ്പ് സുജൂദ് ചെയ്താൽ സഹിയാവുകയില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സജദിന്റെ ആയത്ത് വരാൻ പോകുന്നേ ഉള്ളൂ, ആ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ പേര് സുജൂദ് ചെയ്യുക പറ്റൂല. പിന്നെന്ത് വേണം? ആ ആയത്ത് പൂർണ്ണമായി ഓതി കഴിയണം. ആ ആയത്ത് പൂർണ്ണമായി ഓതി കഴിയണം. ആ സജദയുടെ സുജൂദുള്ള ആ ഭാഗം മാത്രമല്ല, ആ ആയത്ത് തന്നെ പൂർണ്ണമായി ഓതി കഴിയണം. അതാണ്. ഇനി അപ്പൊ തന്നെ സുജൂദ് ചെയ്യണം എന്നുണ്ട്, അതില്ല. ആ ആയത്ത് ഓതി കഴിഞ്ഞ ഉടനെ തന്നെ സുജൂദ് ചെയ്യണം, അതും വേണ്ട. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4 എത്രയോ ആയത്ത് കഴിഞ്ഞിട്ടൊക്കെ ആവാം. അതിന്റെ മുമ്പാവരുത് എന്ന്. അതാ, അതിന്റെ മുമ്പാവരുത്. ആ ആയത്ത് പൂർണ്ണമായി ഓതി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സുജൂദ്. സുജൂദിന് പിന്നെ സാധാരണ നിസ്കാരങ്ങളുടെ നിബന്ധന ഉണ്ടല്ലോ. അതിനും ഔറത്ത് മറക്കുക, പിന്നെ ഒളു ഉണ്ടാവുക, പിന്നെ ഖിബ്ലയിലേക്ക് മുന്നിടുക പോലത്തെ നിബന്ധനകളൊക്കെ ഇതിനും ബാധകമാണ്. അപ്പൊ ഔറത്ത് മറക്കണം. മുട്ടുകളുടെ ഇടയിലെ പുരുഷന്മാരാണെങ്കിൽ മുട്ടുമുക്കളുടെ ഇടയിലെ സ്ഥലം മറക്കണം. സ്ത്രീകളാണെങ്കിൽ മുഖവും മുങ്കയും ഒഴിച്ചുള്ള ബാക്കിയൊക്കെ മറക്കണം. നിസ്കാര കുപ്പായും മകർമക്കനൊക്കെ വേണമെന്നർത്ഥം. അങ്ങനെ വേണമെന്നല്ല കേട്ടാ. മുഖവും മുഖയും ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെ സ്ത്രീ മറക്കണം. അതെങ്ങനെ മാറ്റാൻ വേണ്ടില്ല, അത് മറക്കണം. പിന്നെ ഒളു വേണം. പിന്നെ ഖിബ്ലയിലേക്ക് മുന്നിടണം. പിന്നെ നിയ്യത്തോട് കൂടി തക്ബീറത്തിലേറാൻ കെട്ടണം. തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, അല്ലാഹു തആലാക്ക് വേണ്ടി തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തിലേറാൻ കെട്ടുക. കൈയെട്ടുകയെന്ന് അത് വേണമെന്ന്. കൈ കെട്ടണം എന്നുള്ളത് സുന്നത്താണ്. സാധാരണ നിസ്കാരത്തിന് സുന്നത്ത് തന്നെയാണ്. ഫർദ് നിസ്കാരത്തിന് കൈ കെട്ടുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷെ അല്ലാഹു അക്ബർ പറയുന്നത് തക്ബീറത്തിലേറാൻ പറയലല്ലോ, അത് നിർബന്ധമാണ്. തക്ബീറത്തിലേറാൻ പറയൽ നിർബന്ധമാണ്. അല്ലാഹു അക്ബർ തക്ബീറത്തിലേറാൻ പറഞ്ഞ് കൈ കെട്ടലോ അത് സുന്നത്താണ്. അത് തിലാവത്തിന്റെ സുജൂദിനും സുന്നത്താണ്. അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ സുന്നത്ത് തന്നെയാണ്. അങ്ങനെ നിയ്യത്ത് വെച്ച് തക്ബീറത്തിലേറാൻ കെട്ടിയതിനു ശേഷം സുജൂദ് ചെയ്യുക. ഒരു സുജൂദ് ചെയ്യുക. എന്നിട്ട് ആ സുജൂദിന് തല ഉയർത്തുക, ഒരു സലാം വീട്ടുക. കഴിഞ്ഞു. തിലാവത്തിന് സുജൂദ് കഴിഞ്ഞു. ആ സുജൂദിൽ എന്താ ചെല്ലേണ്ടത്? സുജൂദ് ചെല്ലേണ്ടത് സാധാരണ സുജൂദ് ചെല്ലാറുള്ളത് തന്നെ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നോ, ഇനി അതല്ലെങ്കിൽ സജദ വജ്ഹഹു ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു പോലെയുള്ള ദുആകൾ ഏതിലും അങ്ങനെയാവാം. സാധാരണ സുജൂദ് ചെല്ലാറുള്ളത് അതോ ആവാം. ഇനി അതൊന്നല്ലാത്ത മറ്റു വല്ല ദുആകളും അങ്ങനെയാവാം. ഇനി ഒന്നും ചെല്ലാതെ വെറുതെ മൗനമായിട്ട് സുജൂദിൽ കുറച്ചു നേരം താമസിച്ചു നിൽക്കുക, എന്നാലും പറ്റും. എന്നാലും സുജൂദ് സഹിയാകും. നിസ്കാരത്തിലാണ് അവൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് നിൽക്കുക. നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതി. അപ്പൊ ആ ആയത്ത് പൂർത്തിയായതിനു ശേഷം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ അവിടെ തക്ബീറത്തിലേറാമൊന്നും വേണ്ട. കാരണം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തക്ബീറത്തിലേറാൻ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇനി ഇവിടെ ഇതിന് വേറെ തക്ബീറത്തിലേറാൻ വേണ്ട. ഇനി ഇത് കഴിഞ്ഞ ശേഷം സലാം വിട്ടുകയും വേണ്ട. നിസ്കാരത്തിലാവുമ്പോ നിസ്കാരത്തിന്റെ അവസാനം സലാം വിട്ടില്ല, അത് മതി. സലാം സാനി സുന്നത്തില്ല. രണ്ടാമത്തെ സലാം വിട്ടിൽ സുന്നത്തില്ല. രണ്ടാമത്തെ സലാം വിട്ട് സാധാരണ നിസ്കാരങ്ങൾ സുന്നത്താണ്. ഇതിന് സുന്നത്തില്ല എന്നാണ്. അതെ തന്നെ. പിന്നെ
ഒരു സുജൂദ് മതി, ഒറ്റ സുജൂദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, അനിയന് മാനസികമായി തീരെ സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണം ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് പൂർണ്ണ സിഹത്തും ആഫിയത്തും സന്തോഷവും റാഹത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. നല്ല അക്കലും ഫഹമും തന്റെ ഇടവും ഒക്കെ അള്ളാഹു ആ കുട്ടിക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മൂട്ട അടിച്ച് മൂട്ടല്ലേ പടച്ചറപ്പേ, ഇതായിരുന്നു വായിച്ചോക്കാണ് ഞങ്ങൾ അടകറാളപ്പതൊക്കെ മൊട്ടടിച്ചെന്നാണ്. മൊട്ടടിച്ച് ഉംറക്ക് പോയാൽ സഈ കഴിഞ്ഞ് മുടി മുറിക്കൽ എങ്ങനെ? അത് തലയിൽ മുടിയില്ലാത്ത ആളാണെങ്കിലേ, തലയിൽ മുടിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ ബ്ലേഡ് അല്ലെങ്കിൽ കത്തിയ എന്തെങ്കിലും ഒന്ന് അവന്റെ തലയിൽ നടത്തുക, അവന്റെ തലയിലൊന്ന് വെറുതെ ഒന്ന് നടത്തുക, അങ്ങനെ ചെയ്താൽ മതി. മുടി തീരെ ഒരാൾക്ക് തീരെ മുടിയനെ മുളച്ചിട്ടില്ല എന്നൊക്കെ, എന്നാല് ഇനി അല്ലെങ്കിൽ അയാൾക്ക് മുടിയൊക്കെ മുട്ടടിച്ചിട്ടാ പോയിക്കുന്നത്. എന്നാൽ സഈ കഴിഞ്ഞ ശേഷം അയാളുടെ തലയിൽ ആ ബ്ലേഡ് ഒന്ന് വെറുതെ നടത്തിയാൽ മതി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. രാത്രി നഖം മുറിക്കാൻ പറ്റുമോ? വിരോധമൊന്നുമില്ല, ഹറാമല്ല, കറാഹത്തല്ല. പക്ഷെ അതൊരു ഒരു ഉത്തമമുള്ള വിഷയമല്ല. ഹറാമും കറാഹത്തും അല്ലാത്ത പല വിഷയങ്ങളുണ്ടേ, അല്ലേ? അതുണ്ട്. ഹറാമല്ല, കറാഹത്തും അല്ല, അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അത് ഒരു നല്ല പണിയല്ല എന്നറിയില്ല നമ്മള്. അതിൽ പെട്ടതാണ് രാത്രി നഖം മുറിക്കുക. പിന്നെ ഈ വീടിന്റെ ഉള്ളൊക്കെ അടിച്ചു വാരിട്ട് അതിന്റെ അതൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഭാഗത്ത് വീട്ടിന്റെ തന്നെ ഒരു മൂലയിൽ കൂട്ടി വെക്കുക. ഇതൊക്കെ ഹറാമാണ്, ഹറാമല്ല. കറാഹത്താണ്, കറാഹത്തും അല്ല. പക്ഷെ അതൊക്കെ ഒരു നല്ല പണിയല്ല എന്ന് പറയും. അതെ, അതിൽപ്പെട്ടതാണ് ഇപ്പൊ രാത്രി നഖം മുറിക്കലൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉസ്താദെ, മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് വെക്കണോ? എല്ലാ നിസ്കാരങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി എന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്ത, നിർബന്ധമില്ല. നിർബന്ധം 3 കാര്യമുള്ളൂ എന്നാ. നിയ്യത്തിൽ 3 കാര്യം ഉൾപ്പെടുത്തലേ നിർബന്ധമുള്ളൂ. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത്. ഒന്ന്, ഇന്ന നിസ്കാരം. പിന്നെ ഫർളാണെങ്കിൽ ഫർള്. അപ്പൊ ഈ 3 കാര്യം നിർബന്ധമുള്ളൂ. അപ്പൊ ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർള ളുഹർ. ഉസല്ലി എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ നിസ്കരിക്കുന്നതായി. ഫർള എന്ന് പറയുമ്പോൾ ഫർളുമായി. പിന്നെ ഇന്ന നിസ്കാരം അത് പിന്നെ തയ്യീനാക്കലുമായി. ഏത്? ളുഹർ എന്ന് പറഞ്ഞപ്പോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ മയ്യിത്കാരം തന്നെയാണ്. ഈ മയ്യത്തിന്റെ മേലുള്ള ഫർള് ഒക്കെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് അല്ലാഹു തആലാക്ക് വേണ്ടി, ഇതൊക്കെ എന്താണ്? സുന്നത്താണ്. അത് മയ്യിത്കാരത്തിന് മാത്രമല്ല, മറ്റെല്ലാ നിസ്കാരങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതൊക്കെ നിയ്യത്തിൽ ഉൾപ്പെടുത്തൽ സുന്നത്താണ്, നിർബന്ധമില്ല. പിന്നെ ഉസ്താദെ, അളിയന്റെ വിസയ്ക്ക് വേണ്ടി പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹവായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നല്ല ഖൈറായ റാഹത്തുള്ള നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ. ജോലിയിലും ശമ്പളത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇഹ്റാമിൽ ഉപയോഗിച്ച തുണി ഒഴിവാക്കിയത് നിലം തുടക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വിരോധമില്ലാന്ന്. പക്ഷെ അതൊക്കെ ഒരു ഹുർമത്ത് കുറവുണ്ട് നമുക്ക് തോന്നാനേ വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ അപ്പൊ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിലം തുറക്കാൻ വേറൊന്നുമില്ലേ? അതൊക്കെ ഒരു വലിയൊരു അതവ് കേടില്ലേ, ഒരു മര്യാദ കേടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലേ ഏതായാലും ശരി, അതിന് വിരോധമൊന്നുമില്ല. ഇഹ്റാമിന് ഉപയോഗിക്കാൻ വെച്ചിട്ട് അങ്ങനെ പ്രത്യേക വസ്ത്രമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഹ്റാമിന് ഉപയോഗിക്കാൻ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക വസ്ത്രമൊന്നുമില്ല. ഇഹ്റാമിൽ പുരുഷനാകുമ്പോൾ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇഹ്റാം ചെയ്യുമ്പോൾ ആ വസ്ത്രം ഉപയോഗിച്ചിരിക്കുന്നു, അങ്ങനത്തെ ആ വസ്ത്രം ഇനി വേറെ ഇഹ്റാം തഹല്ലുലായാലോ അവനത് എന്തും ചെയ്യാം. അതിന് വീണ്ടും ധരിക്കാം, പുതക്കാം, നിലം തുടക്കാം, എന്തും ചെയ്യാം. പക്ഷെ അത് നമ്മുടെ മനസ്സിന് അതൊരു ഹുർമത്ത് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെന്താ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വീട്ടിനുള്ളിൽ
അലങ്കാര മത്സ്യം വളർത്തുന്നതിന്റെ വിധി എന്താണ്? ഗ്ലാസ് ടാങ്കിൽ ഇട്ട് ആ മത്സ്യത്തിന്റെ സ്വഭാവം നമുക്കറിയില്ല അല്ലെ. ആ മത്സ്യത്തിന് അതൊരു ഹബുസാണ് എങ്കിൽ അത് ഹറാമാണ്. ഇതുപോലെ തത്തയെ കൂട്ടിൽ വളർത്തൽ ഹറാമാണല്ലോ. ഇണങ്ങാത്ത പക്ഷികളെ കൂട്ടിൽ ഇട്ട് വളർത്തൽ ഹറാമാണ്. എത്ര ശ്രദ്ധിക്കണല്ലേ. ചില ആളുകൾ വീട്ടിൽ തത്തനെങ്ങനെ എത്ര കാലാണ് പോലെ, അപ്പൊക്കെ ഈ ഹറാമ് താങ്ങി ജീവിക്കണപ്പോ അയാള്. എത്ര ബുദ്ധിമുട്ടൊരു വിഷയപ്പത്. അതുപോലെ തന്നെ മത്സ്യം അങ്ങനെ തന്നെ. ചില മത്സ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ദൂരം വഴിക്കൊന്നും പോവാത്ത അല്ലെ. അങ്ങനത്തെ മത്സ്യമാണ്. ആ മത്സ്യത്തിന്റെ സ്വഭാവം നമുക്ക് അറിയില്ലോ. അങ്ങനെ പിന്നെ സാധാരണ തടാകങ്ങളിലും അതല്ലെങ്കിൽ വലിയ പുഴകളിലോ കടലുകളോ എന്നല്ലാതെ ജീവിക്കുന്ന വളരെ കുറച്ച് വെള്ളം മാത്രമുള്ള സ്ഥലത്ത് തന്നെ ജീവിക്കുകയാണെങ്കിൽ തന്നെ അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന രീതിയിലാണ് ഈ തരക്കടില്ല. അതില്ലാത്ത പക്ഷം അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധാരണ ഈ മത്സ്യത്തിന്റെ ഒക്കെ വിധി എങ്ങനെയാണ്? അത് ഇവിടെ എങ്ങനെയാണ്? കടലുണ്ടാകുന്ന ജീവി അന്നല്ല തോന്നുന്നല്ലേ ഈ ഗ്ലാസ്സിലൊക്കെ ഇട്ടാണ് വളർത്തുന്നത്. സാധാരണ കടലിലോ അല്ലെങ്കിൽ പുഴകളിലോ ഒന്നും ഉണ്ടാകണം മത്സ്യമല്ല തോന്നുന്നല്ലേ. ഏതൊക്കെ അതിന്റെ വിധി ഇങ്ങനെ, അതിന്റെ വിഷയം അങ്ങനെയാണ്. അതിന്റെ വിഷയം അങ്ങനെയാണ്. അതൊരു വിശാലമായ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു. അതിനെ പിന്നിട്ടൊരു കൂട്ടിലാക്കുകയാണ് നിൽക്കുക. എന്നാൽ അത് പാടില്ല, ഹറാമാണ്. അതല്ല, അത് ജീവിക്കുന്നതിന് അങ്ങനത്തെ ഒരു ചെറിയ പിന്നെ ഒരു ലോകത്താണ് അത് അങ്ങനത്തെ ഒരു മീനാണ് നിൽക്കുക. എന്നാൽ തക്കടില്ല. കോഴിനെ കൂട്ടിലാക്കിക്കൂടെ? കോഴിനെ കൂട്ടിലാക്കാം. എന്താ അതിന് കാരണം എന്താണ്? അത് ഇണങ്ങുന്ന ജീവിയാണ്. രാത്രി അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കൂട്ടിലാക്കുന്നു, നേരം വെളുക്കുമ്പോൾ അതിനെ വിട്ടാക്കുന്നു, എന്നിട്ട് വൈകുന്നേരം അതന്നെ അങ്ങോട്ട് വരണേ അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളർത്താം. അതേസമയത്ത് തത്ത അതല്ല. തത്ത വിശാലമായ ലോകത്ത് താമസിക്കുന്ന ഒരു ജീവിയാണ്. അതിനെ നമ്മൾ കൂട്ടിലാക്കാൻ പാടില്ല, ഹറാമാണ്. ഇണങ്ങാത്ത പക്ഷിയെ, അതങ്ങനെയാണ് പറയാം, ഇണങ്ങാത്ത പക്ഷിയെ കൂട്ടിലാക്കാൻ പാടില്ല. മത്സ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇണങ്ങാത്തതെന്നല്ല മത്സ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ പറയാം. അതിൽ ആ ഗ്ലാസ് കൂട്ടിൽ ആക്കല് അതിന് ഒരു ഹബ്സാകുമോ എന്നാണ്. അത് എങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ തർക്കമില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തൃപ്തിലായിക്കൊണ്ട് ജീവിച്ച് തൃപ്തിലായി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, 2 മാസം പ്രായമായ കുട്ടിയെ കൊണ്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇടത്ത് ഭാഗം ആക്കി നടക്കണം വേണ്ടെന്നാണ്. കുട്ടിയെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിലേ ആ കുട്ടിയുടെ തവാഫ് ആയിക്കോട്ടെ, ആ കുട്ടിയുടെ ഇടഭാഗം കഅബയുടെ ഭാഗത്തേക്ക് ആക്കുക എന്ന കാര്യം വേണ്ട. ആ തവാഫ് എടുത്ത് നടക്കുന്ന ആളുടെ ഭാഗം ഇടഭാഗത്താക്കിയാൽ മതി. കുട്ടിന്റെ ഇടഭാഗം അങ്ങനെ വേണ്ടെന്ന് നമ്മുടെ കിതാബിൽ ഉണ്ട്. ഇലാഹി തന്നെ ആ വിഷയം പറയേണ്ടതെന്ന് എന്റെ ഓർമ്മ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ ചുമന്ന് നടക്കുന്ന ആളുണ്ടല്ലോ, ആ ആളുടെ ഇടഭാഗം കഅബയുടെ ഭാഗത്തായാലും മതി. ആ കുട്ടിയുടെ ഇടഭാഗം കഅബയുടെ ഭാഗത്ത് ആവണമെന്നില്ല. പിന്നെ അപ്പോ അത്ര തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു അവന്റെ ത്വാഅത്തിലായി സ്നേഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മയൊക്കെ മരിപ്പിക്കുന്ന സമയത്ത്, വുളൂ ഉള്ള സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന ആ സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.